ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എ ജി ജോർജ് കൂടി ടെലിഫോണിൽ എത്തിയതുണ്ട്. ശ്രീ എ ജി ജോർജ്, ഇതിപ്പോൾ താൽക്കാലിക ജീവനക്കാർക്ക് ജോലിയുണ്ട്, പക്ഷേ ശമ്പളം നൽകില്ല. അക്കാര്യം വകുപ്പ് മന്ത്രിയെ അറിയിക്കാനും പാടില്ല. എല്ലാം വളരെ പെട്ടെന്നുള്ളൊരു നടപടിയാണ്. ഈ ഒരു ധൃതിയ ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിലുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കേസെങ്കിലും ഒഴിവാക്കാമായിരുന്നു. തൊടുന്നിടത്തില്ലാതും കനത്ത തിരിച്ചും അതിനെയൊക്കെ ന്യായീകരിക്കുകയും ശേഷം ചെയ്യുന്ന ചരിത്രം സൃഷ്ടിച്ച ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന്റെ ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്താണ് കുറെ നാളുകളായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ശ്രീ എ ജി ജോർജ്, കേൾക്കാമോ? എന്തായാലും വളരെ വിചിത്രമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ആരോഗ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ എത്തുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും മറ്റും എത്തിയതായിരുന്നു. അതിനുശേഷം ഒരു രോഗിയെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തുന്നു. തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ താൽക്കാലിക ജീവനക്കാർ, അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് 2 മാസമായി 2 മാസത്തിൽ കൂടുതലായി ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മന്ത്രി അറിയിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും വേഗം അതിലൊരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഈ വകുപ്പ് മന്ത്രിയോട് തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ പോയത് വേറെ രീതിക്കാണ്. അവിടെ കൂടുതൽ ആളുകൾ വന്നു, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മന്ത്രിയെ വഴിമുടക്കി തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ഇവർക്കെതിരെ. ശ്രീ എ ജി ജോർജ്, കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഇതിൽ ഇത്തരത്തിലുള്ളൊരു വിചിത്രമായൊരു സംഭവം, ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു മന്ത്രി എന്നുള്ളത് തന്നെയാണല്ലേ? മീതു, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. അതായത് ഇതുപോലെ തൊടുന്നിടത്തെല്ലാം സംഗതി കുഴപ്പത്തിലാക്കുകയും അതിനെ ന്യായീകരിക്കാൻ പിന്നെ നടത്തുന്ന ശ്രമങ്ങളിലൂടെ അപഹാസ്യമാവുകയും ചെയ്യുന്ന ഒരു മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചെല്ലുന്നിടത്തെല്ലാം ഏടാകൂടങ്ങളാണ്. കാരണം നിരന്തരമായി ഇവർ നടത്തുന്ന ഇടപെടലുകളെല്ലാം അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയാവുകയും ആരും ചെയ്യാത്ത രീതിയിൽ അതിനെ കൂടുതൽ ഗുരുതരമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ശേഷിയുള്ള മന്ത്രിയായി തന്നെ ഇവർ മാറിയിരിക്കുന്നു. ശ്രീമതി വീണ ജോർജ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല. നമ്മുടെ വിശ്വമോഹനായ ഡോക്ടർ ശശി തരൂർ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയും ആരെങ്കിലും ആക്സിഡന്റൽ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതുമെന്ന് പോലും സംശയിക്കുക. അതിന് തക്കമുള്ള സംഭാവനകളാണ് കഴിഞ്ഞ 4.25 വർഷമായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവങ്ങളും വിസ്തരിച്ച് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പ്രധാനപ്പെട്ട 2 അടുത്ത കാലത്തെ സംഭവങ്ങളാണല്ലോ കോട്ടയത്തെ കെട്ടിട ഇടിഞ്ഞു വീണ് മെഡിക്കൽ കോളേജിൽ ഒരു പാവപ്പെട്ട സ്ത്രീ മരണമടഞ്ഞപ്പോൾ ഇവർ നടത്തിയതായിട്ടുള്ള പ്രതികരണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളും മറ്റും. ഏറ്റവും ഒടുവിലാണല്ലോ തിരുവനന്തപുരം ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ പേരിൽ നടത്തിയതായിട്ടുള്ള ആരോപണങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായ തിരിച്ചടിയും അവസാനം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയത്തക്ക രീതിയിലേക്ക് എല്ലാ ന്യായവാദങ്ങളും തകർന്ന് തരിപ്പണമായതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മഞ്ചേരിയിൽ കണ്ടത് വളരെ ദയനീയമായ ഒരു സംഗതിയാണ്. ഇതിനോട് ചേർത്ത് പറയണം, ഇതിനേക്കാൾ ക്രൂരമായിട്ടാണല്ലോ കുറെ നാളുകളായി നമ്മുടെ ആശാ വർക്കർമാരോട് ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ലാതെ പാവപ്പെട്ട ആശാ വർക്കർമാർ എത്രയോ നാളുകളായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വെയിലും മഴയും കൊണ്ട് നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് സംസാരിച്ചിട്ട് വെറും 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചിട്ട് മാന്യമായി അവരെ ആ സമരരംഗത്ത് നിന്ന് പറഞ്ഞയക്കാനുള്ള ഒരു മനസ്സ് ഈ ഓണം അടുത്തപ്പോൾ പോയി അവർക്കില്ലല്ലോ. എവരെ ആരാണ് മന്ത്രിയാക്കിയത്? എവരനുഭവിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ പാവപ്പെട്ട നികുതിദായകന്റെ പണമാണ്. ഇത് കൊട്ടിഘോഷിച്ചു ഈ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ മഞ്ചേരിയിൽ പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാർക്ക് ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കുകയില്ല എന്ന് പറയുന്നത് എന്തൊരു ക്രൂരമായ സമീപനമാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്നതിന് കാറൽ മാർക്സിന്റെ പ്രമാണം പാലിക്കുന്ന ഒരു പാർട്ടിയുടെ അംഗമാണെന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ഈ CPM നേതാക്കന്മാർക്ക് അല്പം പോലും മനുഷ്യത്വമില്ലാതായി പോയത് കഷ്ടമാണ്. അവരെന്തുകൊണ്ടാണ് ഈ മന്ത്രിയെ നിയന്ത്രിക്കാത്തത്? മഞ്ചേരിയിൽ ശമ്പളം കിട്ടാതെ പാവപ്പെട്ട അവിടുത്തെ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ നിവേദനം കൊടുക്കാനായി മന്ത്രിയിലെത്തി എന്നപ്പോൾ ഇപ്പൊ അവരുടെ മേൽ അതിക്രമങ്ങൾ നടത്താനായി വന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ആണെന്ന് തോന്നുന്നു കേസെടുത്തിരിക്കുകയാണ്.
ഇവർക്ക് എന്തൊക്കെയോ സാരമായ തകരാറുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിലും അതിശയോക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. ആ പാവപ്പെട്ട ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കേട്ട് അവർക്ക് പരിഹരിക്കാവുന്നതാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. അതല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഇടതുപക്ഷ മന്ത്രിസഭ പ്രത്യേകിച്ചും ചെയ്യേണ്ടത്. തൊഴിലാളികളുടെ സംരക്ഷകരാണ് ഞങ്ങൾ, സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നവരാണ്, എപ്പോഴും ഞങ്ങൾ പാവപ്പെട്ടവരോടുകൂടെയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഈ മന്ത്രി ഈ പാവപ്പെട്ട ജീവനക്കാരോട് കാട്ടിയത് അതിക്രൂരമാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് പഠിക്കണം. ഈ കാലത്ത് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന കേവലമായ പ്രമാണമല്ലേ, അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിനെന്തെങ്കിലും താത്വികമായ വിശദീകരണം നൽകി മുട്ടാത്തൊക്കെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ തന്നെ പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഈ സംഭവത്തിലും എനിക്ക് സംശയമില്ല. ജോലി ചെയ്ത ജീവനക്കാരെ ഈ തരത്തിൽ ക്രിമിനൽ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ്. ഒരു മന്ത്രിക്ക് ചേർന്നതല്ല, കാര്യമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് ഇവരുടെ ഈ ചെയ്തികളിൽ അല്പസ്വല്പമൊക്കെ നിയന്ത്രണം ഉണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ ആരായണം. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ വികൃതമായി തീരുന്ന ഒരു മന്ത്രിസഭയും മന്ത്രിയുമായി ഇവർ മാറിത്തീരാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭ ഇക്കാര്യത്തിൽ ഇടപെട്ട് ആ പാവപ്പെട്ട ജീവനക്കാരെ ക്രിമിനൽ കേസിൽ നിന്ന് ഒഴിവാക്കുകയും അവർ ചെയ്ത ജോലിക്കുള്ള വേതനം അവർക്ക് എത്രയും വേഗം നൽകാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്തെങ്കിലും തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ ജീവിതം നിഷേധിക്കുന്നത് ശരിയല്ല. ഓണക്കാലമാണ്, അവർക്ക് പല ആവശ്യങ്ങളുള്ളവരാണ്. അവരാരും കൊടിവെച്ച കാറിൽ തെക്ക് വടക്ക് സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന മന്ത്രി പദവി ഉള്ളവരാരും ഒന്നും അല്ല, പാവപ്പെട്ടവരാണ്. അവരോടുള്ള മനുഷ്യത്വം കാട്ടാൻ വരികയാണെങ്കിൽ ശക്തമായ തിരിച്ചടി പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഇനിയും ആവർത്തിച്ച് അവർക്ക് കൊണ്ടേയിരിക്കും എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ എ ജി ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.